നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിൻ്റെ ഡീസൽ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇതാണ് അതിൻ്റെ ഡീസൽ ഫിൽറ്റർ. ഞാൻ ഓൾറെഡി അയച്ചു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു സോക്കറ്റ് അയച്ചു വിടണം, അതായത് ഈ ടോപ്പിലെ സോക്കറ്റ്. അതുപോലെ തന്നെ താഴത്തെ സോക്കറ്റ് അയച്ചു വിടണം. ആ സോക്കറ്റ് വന്നിട്ട് ഈ സോക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ട്യൂബുകൾ, ഡീസൽ ട്യൂബുകൾ, റിട്ടേൺ മെയിൻ ട്യൂബുകളെല്ലാം അയച്ചു വിടണം. അത് നമ്മൾ ഇവിടെ അഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ക്ലിപ്പ് ലൂസ് ചെയ്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് ക്ലിപ്പ് ലൂസ് ചെയ്ത് അഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ എല്ലാ ഈ കൂളൻറ്റിൻ്റെയൊക്കെ പിന്നെ റിസർ ടാങ്ക് ഊരിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അതേ സിസ്റ്റമാണ്. ജസ്റ്റ് പൊക്കി എടുത്ത് കഴിഞ്ഞാൽ, അതായത് ഇതാണ് അതിൻ്റെ ലോക്ക് വരുന്നത്, ഈ ലോക്ക് ജസ്റ്റ് പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫിൽറ്റർ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ ഫിൽറ്റർ. ആകെ ഡസ്റ്റായിട്ട് അകത്ത് മൊത്തം കരിയാണ്. കരി മീൻസ് ഡസ്റ്റാണ്. അപ്പോൾ ഈ ഫിൽറ്റർ നമുക്ക് മാറ്റണം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ കപ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ത്രെഡ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയെടുക്കാം. ഇതൊക്കെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി കൊണ്ടുവരണം. ഡസ്റ്റാണ് ഇതിനകത്ത് മൊത്തവും. അതുപോലെ ഇതിൽ ടോപ്പിൽ വരുന്ന ഓറിങ്ങാണിത്. ഓക്കെ, നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണം. തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, ഫിൽറ്റർ ഊരിയെടുക്കാനായിട്ട് വെരി സിമ്പിളാണ്. ജസ്റ്റ് പ്രസ്സിങ് ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഊരിയെടുക്കുന്ന ടൈപ്പ് ഫിൽറ്ററാണ്. ഈ രണ്ട് ലോക്കുണ്ട്. ലോക്കല്ല, അത് ജസ്റ്റ് പൊസിഷനാണ്. ആ പൊസിഷനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരി ഇങ്ങോട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ പുതിയ ഫിൽറ്റർ ഫിറ്റ് ചെയ്തു. അതുപോലെ കപ്പ് ടൈറ്റ് ചെയ്തു. ഇതിനകത്തെ അഴുക്കുകളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഡീസലിൽ തന്നെ കഴുകുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് തുണി വെച്ച് തുടച്ച് വൃത്തിയായിട്ട് നമ്മളത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കയറ്റാനായിട്ട് ഇതാണ് അതിൻ്റെ ലോക്ക് പൊസിഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് പൊക്കുക, ആ ലോക്കിലോട്ട് ഇടുക, ജസ്റ്റ് പ്രസ് ചെയ്ത് താഴോട്ടിറക്കും. ഓക്കെ, നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഡീസൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലിപ്പുകളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്ലിപ്പുകൾ എടുക്കുമ്പോഴും ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ മുകളിലത്തെ സോക്കറ്റ് ഫിറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ താഴത്തെ സോക്കറ്റ് ഫിറ്റ് ചെയ്തു. പിന്നെ ഇനി നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 2, 3, 4 പ്രാവശ്യം ഇഗ്നിഷൻ ഓണാക്കുക, ഓഫ് ചെയ്യുക. എന്നിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഡീസൽ കയറി വരാനുള്ള ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.